എല്ലാവർക്കും PSC ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇവിടെ എല്ലാ ദിവസവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം പ്രിപ്പയർ ചെയ്ത് ഇനി വരുന്ന LDC, LGS അങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം ചമ്പാരനാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 ആണ്. ഇതിൽ 1, 2, 3 എന്ന പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവയാണ് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായിട്ടുള്ളവ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. പൊടവര കുഞ്ഞമ്പു നായർ, കൊയ്ത്താറ്റിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. USA-യുടെ 16ാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മൂന്നാമത്തെ ഓപ്ഷൻ 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ 1, 3, 4 ശരിയായിട്ടുള്ളത്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക, ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക, മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു എന്നതും പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.8 കിലോമീറ്റർ നീളവുമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. 2, 3, 4 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. യമുന ഗംഗയുടെ പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി, അറ്റ്ലാന്റിക് സമുദ്രം. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ 1, 2, 3 ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം ആൻഡ് കരീബിയൻ സമുദ്രം ഹറിക്കെയിൻ, ചൈന കടൽ, പസഫിക് സമുദ്രം ടൈഫൂൺ. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി, കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് പാമ്പാടും ചോല നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായിട്ട് വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചെരിവ്. നികുതി, പൊതുചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ധനനയം. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 to 1970 കാലയളവിലാണ്
എന്നുള്ളതാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയായിരുന്നു എന്നതും ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നും 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 വരെയാണ് എന്നുള്ളതും ശരിയായ പ്രസ്താവനകളാണ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി 150 കാർഷിക ജില്ലകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. താഴെ കൊടുത്തിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. അതിൽ നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നും നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. 1978-ലെ 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ചേരുംപടി ചേർക്കുക. ഇതിൽ 42-ാമത്തെ ഭേദഗതിയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന ആശയങ്ങൾ കൂട്ടിച്ചേർത്തത്. 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിർബന്ധിതമായ വിദ്യാഭ്യാസം, 73-ാമത് പഞ്ചായത്തി രാജും 52-ാമത് കൂറുമാറ്റ നിരോധന നിയമവുമാണ്. അങ്ങനെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി അയിത്താചരണ നിർമ്മാർജ്ജനം. താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. താഴെ പറയുന്ന കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻ ബി വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇവിടെ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുവെന്നും പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതുമാണ് ശരിയായിട്ടുള്ളവ. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി രാംനാഥ് കോവിന്ദ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരാണ് വിദ്യാഭ്യാസ ഉന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളെയും 74 മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെയും 50% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഓപ്ഷൻ എ സീറോഫ്താൽമിയ.
സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ 206 അസ്ഥികൾ ഉണ്ടെന്നതും മനുഷ്യരിൽ 12 ജോഡി വാരിയലുകൾ ഉണ്ട് എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അമൃതാദേവി ബിഷ്ണോയി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏതു ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി f1ഉം മൈക്രോവേവിന്റെ ആവൃത്തി f2ഉം കിരണങ്ങളുടെ ആവൃത്തി f3യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു പ്രൊജക്ടൈൽ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഓപ്ഷൻ ബി 5. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നുവെന്നും ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും മൂല്യം ഉള്ളത് എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-1ഉം XDX-2ഉമാണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഇവിടെ ട്രാൻസ് യുറേനിയം മൂലകം ഫെർമിയമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തിനെ കുറിച്ച് ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. അമോണിയയ്ക്ക് ത്രികോണ പിരമിഡ് ആകൃതിയാണെന്നുള്ളതും രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏതു വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഗേ-ലൂസാക് നിയമം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഓപ്ഷൻ എ സൾഫർ. തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? സുഖ്ജിത് സിംഗ്, ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ ഇവർക്കെല്ലാവർക്കും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കിട്ടിയതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു എന്നതും സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു എന്നതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇരിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം 2ഉമാണ്. കീചകവധവും ഉത്തരാ സ്വയംവരവുമാണ് ഇരിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്. ഇനി അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻ എ ഗ്രാമാറ്റിക്കൽ എറർ. ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ ഈസ് ഫോർബിഡൻ. ഓപ്ഷൻ സി ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നതാണ് തെറ്റായിട്ടുള്ളത്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഫോർ ദ വേർഡ് ഇൻഡിഫാറ്റിബിൾ. ഇൻഡോളന്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഗിവൺ സെന്റൻസ്. ജോൺ സെഡ് ടു ടീന, "Where were you going?" ജോൺ ആസ്ക്ഡ് ടീന where she had been going. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. അക്വൈൻറ്റൻസിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഓപ്ഷൻ സിയിലാണ്. If she had taken the medicine, she would have felt better. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Every school and college has a library. The students along with their friends visit the library. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. His wife can't put up with his terrible behavior anymore. Find out the compound word. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും കോമ്പൗണ്ട് വേർഡ്സ് ആണ്.
വേൾവിൻഡ്, ബാക്ക്ബോർഡ്, ബ്ലാക്ക് സ്മിത്ത് ഇവയെല്ലാം കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻസ് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ പദമാക്കുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ തീ. വിപരീത പദം എഴുതുക. ഗൗരവത്തിൻ്റെ വിപരീത പദമാണ് ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. കേൾ പ്ലസ് തൂ ആണ് കേട്ടു. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ എന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? ആർ എന്നത് പൂജക ബഹുവചന പ്രത്യയമാണ്. ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ഘാതകൻ. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.